ആശാപ്രവർത്തകർക്കിടയിൽ പാർട്ടിക്ക് സ്വാധീനക്കുറവെന്ന് CPIM പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കുന്ന സംഘടനാ റിപ്പോർട്ട്. പാർട്ടി അംഗങ്ങളുടെ നിലവാരം മെച്ചപ്പെടുത്തണം, കീഴ്ഘടകങ്ങളിലെ നേതാക്കൾക്ക് കൃത്യമായ പരിശീലനം നൽകണമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വിവരങ്ങളുമായി D. ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, സംഘടനാ റിപ്പോർട്ടിൽ കേരളത്തിലെ തന്നെ ആശാ വർക്കർമാർക്കിടയിലുള്ള പ്രശ്നം ഒരു പരാമർശമായി തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. നിലവിൽ പാർട്ടിക്ക് ഭരണമുള്ള അല്ലെങ്കിൽ വലിയ വേരോട്ടമുള്ള ഏക സംസ്ഥാനം എന്ന നിലയ്ക്ക് സർക്കാരിനെതിരായ എല്ലാ പ്രശ്നങ്ങളും തന്നെ ഇന്നത്തെ ഈ പാർട്ടി കോൺഗ്രസിൽ ചർച്ചയാകും എന്നത് തീർച്ചയായും ഉറപ്പ് തന്നെയാണ്. അതുമായി ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ സംഘടനാ റിപ്പോർട്ടിൽ മറ്റെന്തെല്ലാം പരാമർശങ്ങളാണ് ഉള്ളത്, എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്, വിശദാംശങ്ങൾ? തീർച്ചയായും പാർട്ടിക്ക് ഒരു പുതിയ ഉന്മേഷം നൽകുക, ഒരു ഉണർവ് നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് സംഘടനാ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് പറയാൻ കഴിയും. കാരണം കൃത്യമായും കേരളത്തിൻ്റെ പേരെടുത്ത് പറയാതെയാണ് ആശാ വർക്കർമാർ, അംഗൻവാടി തൊഴിലാളികൾ, ഒപ്പം ഈ പാചക തൊഴിലാളികൾ, ഇവർ സമൂഹത്തിലെ സംഘടിത ശക്തികളാണ്. ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഇവർക്ക് രാഷ്ട്രീയപരമായി CPM തന്നെ നേതൃത്വം നൽകുന്ന പാർട്ടി ഉണ്ടെങ്കിൽ പോലും ഇവർ ഇപ്പോഴും ശത്രുക്കൾക്കൊപ്പമാണ് നിൽക്കുന്നത്. അത് പാർട്ടിക്ക് വലിയ തരത്തിൽ ദോഷം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എടുത്തു പറയുന്നത്, ഇവരുടെ പ്രശ്നങ്ങൾ കൃത്യമായി പരിഗണിക്കുകയും അവർക്ക് പരിഹാരം കണ്ടെത്തുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയും വേണം. താഴെത്തട്ട് മുതൽ തന്നെ ഇവരുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നേതാക്കന്മാർ ഇടപെടണം എന്ന തരത്തിൽ തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. എന്നാൽ കേരളത്തിൽ നടക്കുന്ന ആശാ വർക്കർമാരുടെ സമരത്തെക്കുറിച്ച് കാര്യമായി പ്രതിപാദിക്കുന്നില്ല എങ്കിൽ പോലും ആശാ വർക്കർമാരുടെ അവർക്ക് സഹായവും പിന്തുണയും വേണം എന്ന് തന്നെ കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. അതാണ് ഏറ്റവും ശ്രദ്ധേയമായ സംഘടനാ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം പാർട്ടിയുടെ ഉന്നമനത്തിനും പല സ്ഥലങ്ങളിലും കേരളമൊഴികെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും പാർട്ടി വലിയ തരത്തിൽ തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു പുതിയ ഉന്മേഷവും ഉണർവും സമ്മാനിക്കുന്നതിന് വേണ്ടി വലിയ തരത്തിലുള്ള പ്രവർത്തനം അനിവാര്യമാണ്. അടിത്തട്ട് മുതൽ തന്നെ പ്രാദേശിക തലത്തിൽ നേതാക്കന്മാർ പങ്കെടുക്കുകയും അവർ കൂടുതൽ ആളുകളെ പാർട്ടിയിലേക്ക് അടുപ്പിക്കുകയും വേണം. ഒപ്പം പാർട്ടിയിൽ നിന്നും അധ്വാനിക്കുന്ന വിഭാഗങ്ങൾ അല്ലെങ്കിൽ ഇടത്തരക്കാരും ഒപ്പം വിദ്യാർത്ഥികളും യുവാക്കളും എല്ലാം ഒഴിഞ്ഞു മാറുന്നു അല്ലെങ്കിൽ അകന്നു പോകുന്നു എന്ന് തോന്നുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ആ മേഖലകളിലെ സംഘടനാ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തണം. ഒപ്പം മറ്റൊരു കാര്യം എടുത്തു പറയുന്നത് SFIയെ കുറിച്ചാണ്. SFI കേരളത്തിൽ വലിയ സംഘടനാ ശക്തി ഉണ്ടെങ്കിൽ പോലും എന്നാൽ അവരുടെ ചില പ്രവൃത്തികൾക്ക് ഒരിക്കൽ പോലും പാർട്ടിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അത്തരത്തിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു ശുദ്ധീകരണ പ്രക്രിയ ഏതൊക്കെ തരത്തിൽ വേണോ അതെല്ലാം തന്നെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു സംഘടനാ റിപ്പോർട്ടാണ് പറയുന്നത്. പാർട്ടിയിൽ ഒരാൾക്ക് മെമ്പർഷിപ്പ് നൽകണമെന്നുണ്ടെങ്കിൽ പ്രധാനമായും 5 ഘടകങ്ങൾ പരിശോധിച്ചതിന് ശേഷം, പ്രത്യേകിച്ചും ആളിൻ്റെ പ്രവർത്തന മേഖല, അയാളുടെ വ്യക്തിത്വം, ഒപ്പം തന്നെ സമൂഹമായി അയാളുടെ ഇടപെടൽ തുടങ്ങിയ എല്ലാ പ്രവർത്തനങ്ങളെക്കുറിച്ചും കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമായിരിക്കണം പാർട്ടിയിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരാൾക്ക് മെമ്പർഷിപ്പ് നൽകേണ്ടത്. അത്തരത്തിൽ മെമ്പർഷിപ്പ് നൽകുന്ന ആളുകൾക്ക് കൃത്യമായ പരിശീലനം, പാർട്ടിയുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങൾ നൽകണം. ഈ പരിശീലനങ്ങൾക്കൊപ്പം തന്നെ ബ്രാഞ്ച് സെക്രട്ടറിമാർക്കും മുതിർന്ന നേതാക്കന്മാർ ഇടപെട്ടുകൊണ്ടുള്ള പരിശീലനം നൽകണം. എന്നാൽ മാത്രമേ പാർട്ടിക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ വലിയ തരത്തിലുള്ള വളർച്ച ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ പശ്ചിമ ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ സംഘടനാ റിപ്പോർട്ടിൽ അവിടെ ഉണ്ടായിരിക്കുന്ന പരാജയങ്ങളും അപജയങ്ങളും എല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മാത്രമല്ല എടുത്തു പറയുന്ന മറ്റൊരു കാര്യം, പലപ്പോഴായി പോളിറ്റ് ബ്യൂറോ അംഗങ്ങളുടെ പ്രവർത്തന ശൈലി അത് കൃത്യമായി വിലയിരുത്തുകയും ഓരോ വർഷം കഴിയുമ്പോഴും ഇവർ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഒരു കൃത്യമായ രേഖകൾ തയ്യാറാക്കുകയും വേണം എന്നും സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അങ്ങനെ സമൂലം പാർട്ടിയെ ഒരു ഉന്നമനത്തിലേക്ക് നയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയുള്ള ഒരു സംഘടനാ റിപ്പോർട്ട് തന്നെയാണ് ഇത് CPMൻ്റെ 25ാം പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ച് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ച ഈ മാസം 5, 6 തീയതികളിലാണ് നടക്കുക. ഇപ്പോൾ പ്രതിനിധി സമ്മേളനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. രാഷ്ട്രീയ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകൾ അല്പസമയത്തിൽ തുടങ്ങും. നാളെ മുതലാണ് രാഷ്ട്രീയ റിപ്പോർട്ടിന്മേൽ ഗൗരവപരമായ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ നീങ്ങുക. അതേസമയം സംസ്ഥാനത്തിന് വലിയ തരത്തിലുള്ള ഒരു പിന്തുണ കേന്ദ്ര കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. കാരണം കഴിഞ്ഞ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച വികസന നയരേഖയ്ക്ക് വലിയ തരത്തിലുള്ള പിന്തുണ പാർട്ടി കേന്ദ്ര കമ്മിറ്റി നൽകിയിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം പാർട്ടിയിൽ കേരളത്തിലെ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് അപ്പുറത്തേക്ക് സംസ്ഥാന സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു അസ്ഥിരത ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ചില പ്രതിപക്ഷ കക്ഷികൾ പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കോൺഗ്രസ് എന്നെടുത്തു പറയുമ്പോൾ തന്നെ
ഇവിടുത്തെ സർക്കാരിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമാണ് സാമ്പത്തികം. കേന്ദ്രത്തിൻ്റെ നിലപാടുകൾ കാരണം വലിയ തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നു. ഈ സാമ്പത്തിക പ്രതിസന്ധി ഒഴിവാക്കുന്നതിന് വേണ്ടി സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് കേന്ദ്ര കമ്മിറ്റിയുടെ പൂർണ്ണമായ പിന്തുണ അറിയിക്കുന്നു. അത്തരത്തിൽ കേരളത്തിന് വലിയ തരത്തിലുള്ള പിന്തുണകൾ പറയുന്നുണ്ടെങ്കിൽ പോലും മറ്റ് സംസ്ഥാനങ്ങളിൽ പാർട്ടിക്ക് വലിയ തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. മാത്രവുമല്ല, ഒരു പരിശോധന അനിവാര്യമാണ്. കൽക്കട്ട പീനത്തിനു ശേഷം പാർട്ടിയിൽ നടപ്പിലാക്കേണ്ട ശുദ്ധീകരണ പ്രക്രിയകൾ കൃത്യമായി നടപ്പിലാക്കാൻ പാർട്ടിക്കോ പാർട്ടി നേതൃത്വത്തിൽപ്പെട്ടവർക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയുന്ന ഒരു കാര്യം. അതിൻ്റെ തെളിവാണ് പശ്ചിമ ബംഗാളിലും മണിപ്പൂരിലുമൊക്കെ എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ സംഘടനാ റിപ്പോർട്ടിന്മേലും രാഷ്ട്രീയ പ്രമേയത്തിന്മേലുമൊക്കെ വലിയ തരത്തിലുള്ള ചർച്ചകളിലേക്ക് കാര്യങ്ങൾ നീങ്ങും. 6-ാം തീയതിയാണ് സംഘടനയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചടങ്ങുകളിലേക്ക് കടക്കുക. കാരണം പാർട്ടി ജനറൽ സെക്രട്ടറിയെ കണ്ടെത്തണം. സീതാറാം യെച്ചൂരിക്ക് ശേഷം ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ മാത്രമാണ് പാർട്ടിയെ ദേശീയ നേതൃത്വത്തെ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറിയെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അത് ആർക്ക് അനുകൂലമാകും എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ 5-6 തീയതികളിലെ ചർച്ചയിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നുള്ള എം.എ. ബേബിക്കുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കാരണം പാർട്ടിയിലെ മുതിർന്ന നേതാവും പാർട്ടി ദേശീയ നേതൃത്വത്തിൻ്റെ സംഘടനാ കാര്യങ്ങളിൽ എപ്പോഴും ഇടപെടുന്ന നേതാവുമാണ് എം.എ. ബേബി. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സാധ്യതകൾ എത്രമാത്രം ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. എന്നാൽ ഇതെല്ലാം കൃത്യമായും ഒരു പൂർണ്ണ രീതിയിൽ എത്തണം എന്നുണ്ടെങ്കിൽ സംസ്ഥാനത്ത് നിന്ന് മുഖ്യമന്ത്രിയുടെ നിലപാട് കൂടി വ്യക്തമാക്കേണ്ടതായി വരും. എന്തായാലും മുൻ വർഷങ്ങളിലെ പാർട്ടി കോൺഗ്രസുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി പോളിറ്റ് ബ്യൂറോയിൽ നിന്നും 7 പേരാണ് ഇത്തവണ പ്രായപരിധിയുടെ പേരിൽ പടിയിറങ്ങേണ്ടി വരുന്നത്. എന്നാൽ അവർ സംഘടനാ നേതൃത്വത്തിൽ നിന്ന് മാറുന്നെങ്കിലും സംഘടനാ പ്രവർത്തന രംഗത്ത് ഉണ്ടാകും. പ്രത്യേകിച്ചും ബൃന്ദ കാരാട്ട്, ഒപ്പം സുഭാഷിണി അലി തുടങ്ങിയവരൊക്കെ തന്നെ ഇപ്പോൾ പ്രായത്തിൻ്റെ കാരണത്താൽ അവർ പുറത്തേക്ക് പോകേണ്ട ഒരു സ്ഥിതിയാണെങ്കിൽ പോലും സംഘടനാ നേതൃത്വത്തിൽ നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് പാർട്ടിയെ അറിയിച്ചിട്ടുണ്ട്. കാരണം പ്രായപരിധി കഴിഞ്ഞവർക്ക് തുടരേണ്ട എന്നൊരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് തുടരാൻ താല്പര്യമില്ലാതെ തന്നെ അറിയിച്ചിട്ടുണ്ട്. അതേസമയം പ്രകാശ് കാരാട്ടിന് പ്രായപരിധിയുടെ ഇളവ് നൽകിക്കൊണ്ട് പാർട്ടിയിൽ നിലനിർത്താനൊരു സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ജനറൽ സെക്രട്ടറി സ്ഥാനം വീണ്ടും പ്രകാശ് കാരാട്ടിലേക്ക് വരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. അതേസമയം കേന്ദ്ര കമ്മിറ്റിയിലും പ്രായപരിധിയുടെ പേരിൽ പാർട്ടി നേതൃനിരയിൽ നിന്നും പിന്മാറുന്നവരുണ്ടാകും. അവർക്കും എന്തുമാത്രം അവിടെയും കേരളത്തിൽ എന്തുമാത്രം പ്രാധാന്യം കിട്ടും എന്നുള്ളതും നോക്കി മനസ്സിലാക്കേണ്ടതാണ്. എന്തായാലും 5-ാം തീയതിക്ക് ശേഷമായിരിക്കും പോളിറ്റ് ബ്യൂറോയിലെയും കേന്ദ്ര കമ്മിറ്റിയിലെയും ആരൊക്കെ എത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിൽ എത്തുക. അതുല്യ. ശരി ബിനോയ്, മധുരയിൽ എന്തായാലും 24-ാം പാർട്ടി കോൺഗ്രസ് ആരംഭിക്കുമ്പോൾ സംഘടനാ റിപ്പോർട്ടിലടക്കം കേരളത്തിലെ ആശാ വർക്കർമാരുടെ സമരം വലിയ രീതിയിൽ തന്നെ വിഷയമാകും എന്നത് ഉറപ്പാണ്. ഇപ്പോൾ സംഘടനാ റിപ്പോർട്ടിൽ പാർട്ടിക്ക് ആശാ വർക്കർമാർക്കിടയിലുള്ള സ്വാധീന കുറവിനെ എടുത്തു തന്നെ പരാമർശിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലുള്ള ചർച്ചകളിലും പാർട്ടിക്ക് ഏറ്റവും വേരോട്ടമുള്ള സ്വാധീനമുള്ള ഭരണമുള്ള സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തിലെ പ്രശ്നങ്ങൾ ചർച്ചയാകും എന്ന് തന്നെയാണ് വിവരങ്ങൾ പങ്കുവച്ചത് ബിനോയാണ്.